പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പോലീസ് നിയമോപദേശം തേടും. തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിയമോപദേശം തേടുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ഇതിനു ശേഷമാകും തീരുമാനമെടുക്കുക. ഇതിൻ്റെ വിവരങ്ങളുമായി ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ലതീഷ്, പിതാവ് കൂടി രംഗത്തെത്തിയിട്ടുണ്ടോ? ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടത് മകൾക്കെന്നത് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പോലീസിൻ്റെ നടപടികൾ ഏതൊക്കെ തരത്തിലായിരിക്കും പുരോഗമിക്കുന്നത്? ഇതിൽ ഉണ്ടാകുന്ന നിയമ തടസ്സങ്ങളടക്കം. ജിംഷാദ്, നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ നിയമ തടസ്സങ്ങളില്ല. എന്നാൽ സമാനമായൊരു കേസ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായിരുന്നു. ആ കേസിൽ ഹൈക്കോടതിയാണ് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ആ കേസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഗാർഹിക പീഡന കേസ് സ്വാഭാവികമായും ഭാര്യയും ഭർത്താവും എഴുതി നൽകിയാൽ, ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിൽ എഴുതി നൽകിയാൽ അവസാനിക്കുന്ന നടപടിക്രമമാണ്. അതിന്റെ ഭാഗമായാണ് ആ കേസ് അന്ന് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആദ്യ കേസിൽ, മെയ് മാസത്തെ കേസിൽ പോലീസിന് വലിയ തോതിൽ വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള വലിയ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ സസ്പെൻഷൻ നടപടികൾ നേരിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആദ്യ കേസിന്റെ ഒരു നടപടികൾ നോക്കിക്കൊണ്ട് മാത്രമേ ഇനി ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടതുള്ളൂ എന്നാണ് തീരുമാനം. അതുകൊണ്ടാണ് നിയമോപദേശം തേടാൻ പോലീസ് തീരുമാനിച്ചത്. അതിൽ ഇപ്പോഴത്തെ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിയമോപദേശത്തിനൊപ്പം തന്നെ ആദ്യ കേസ് പുനഃപരിശോധിക്കാൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് പോലീസിന് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. അത് പെൺകുട്ടി മൊഴി ഹൈക്കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതി റദ്ദാക്കിയ കേസ് ഹൈക്കോടതിക്ക് മാത്രമേ വീണ്ടും ഓപ്പൺ ചെയ്യാൻ, തുടർ അന്വേഷണത്തിലും ആ രീതിയിൽ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള നിയമോപദേശമാണ് പോലീസ് തേടുന്നത്. എന്തായാലും നിലവിൽ പ്രതി 14 ദിവസത്തേക്ക്, രാഹുൽ 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലാ ജയിലിലാണ് പ്രതിയുള്ളത്. ഇന്നലെ എടുത്ത ഈ പുതിയ ഗാർഹിക പീഡന കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇത് ആദ്യ കേസിലെ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിയമോപദേശം കൂടി തേടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജിംഷാദ്.